അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവും. നേരത്തെ ഹസ്റജിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കൊടുത്തപ്പോ എന്തുകൊണ്ട് ഹസ്റജിയുടെ കയ്യിലുള്ള മുടിയല്ലാതെയായി? അത് അബ്ദുള്ളയാണ് ഒന്ന് എഴുതിയത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അയാൾ ചേകനൂരിന്റെ ശിഷ്യനാണ്. പിന്നെ ഞാൻ അന്വേഷിച്ചു, നമ്മളെല്ലാവരും അന്വേഷിച്ചു, എന്തുകൊണ്ടായിരുന്നു മിസ്റ്റർ അമ്പലക്കടവ് പൈസയും ഇവരൊക്കെ ഇത്രയേറെ ഹസ്റജിയുടെ സമീപത്തുണ്ട് എന്ന് പറഞ്ഞവർ തന്നെ മാറ്റി പറഞ്ഞത്? ഒന്നുമല്ല, അപ്പോഴാണ് ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തു വരുന്ന ഈ തെളിച്ചം. അതിലതാ ഒരു കത്ത് കാണുന്നു. ആരാണ് ഈ കത്ത്? അലവിക്കുട്ടി ഹുദവി മുണ്ടംപറമ്പ് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ദാറുൽ ഹുദയുടെ സന്താനമായ ദാറുൽ ഹുദയിലെ ഉയർന്ന ഹുദവികളിൽ ഒരാളായ ഏത് നമ്മുടെ ചമ്മാട് ഈ ബഹാവുദ്ദീൻ നദ്വി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണല്ലോ ഇതിനെ കാര്യമായി ആദ്യം എതിർത്തത്. അദ്ദേഹം എതിർത്തപ്പോൾ അദ്ദേഹം എതിർത്ത പത്രമാണ് എന്റെ കയ്യിലുള്ളത്. ഇത് മാധ്യമം ദിനപത്രമാണ്. നിങ്ങൾ കണ്ടോ? 2011 ഫെബ്രുവരി 27. ഇതിൽ കാണാം, തിരുനബികേശം ആത്മീയ തട്ടിപ്പിൽ വഞ്ചിതരാവരുത്. ഡോക്ടർ ബഹാവുദ്ദീൻ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിരിക്കുന്നു, മർക്കസിലൊരു മുടി ഹസ്റജി കൊടുത്തിട്ടുണ്ട്, അത് സ്വീകരിക്കരുത്. കാരണം എന്താ? അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. അയാളെ ബുദ്ധിക്ക് നിരക്കാത്തത് കൊണ്ട് തള്ളിക്കളയണം എന്ന് കണ്ടപ്പോ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഹുദവി എന്ന് പറയുന്ന ദാറുൽ ഹുദയിലെ ഉയർന്ന ഒരു ഹുദവി എഴുതിയ ലേഖനം കാണുന്നത്. അത് ഞാനൊന്ന് വായിച്ചു തരാം. എന്താണ് ഇവരുടെ അസുഖമെന്ന് നിങ്ങൾക്ക് തിരിയും കേട്ടോ. എന്താണെന്നറിയോ? ഹസ്റജിന്റെ കയ്യിൽ മുടിയുണ്ട് എന്ന് കേട്ടപ്പോ നമ്മുടെ ദാറുൽ ഹുദക്കാർ എവിടെ ചെന്നു? ഹസ്റജിന്റെ അടുത്ത് നിന്ന്. ഹസ്റജിന്റെ അടുത്ത് നിന്നു. ഇതെന്താ ഉണ്ടായത് കേട്ടോളൂ, ഞാൻ വായിച്ചു. ഹുദവി എഴുതുകയാണ്, ഓരോ വർഷവും റബീഉൽ അവ്വൽ 12-നും റമദാൻ 23-നും അബുദാബിയിലെ അൽ ബത്തീനിൽ ഷെയ്ഖ് ഹസ്റജിയുടെ വീട്ടിൽ തിരുനബിയുടേത് എന്ന പേരിൽ ഒരു കേശപ്രദർശനം സാമാന്യം ഗംഭീരമായി തന്നെ നടത്താറുണ്ട്. ഇക്കഴിഞ്ഞതിന് മുമ്പുള്ള റമദാനിലെ പരിപാടിക്ക് ഞാനും പോയിരുന്നു. ആരാറിന്? നമ്മളെ ദാറുൽ ഹുദ എന്ന് പറഞ്ഞ ഈ അമ്പലക്കടവും അതുപോലെ നദ്വി സാഹിബിന്റെയും സ്ഥാപനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഹുദവി പറയാണ്. അങ്ങനെ കേട്ടോളൂ, സദസ്സിൽ 5 മിനിറ്റ് നേരം അറബിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഹസ്റജിയുമായി പരിചയപ്പെടുകയും മുമ്പ് ഹുദയിൽ വന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ ഹസ്റജി നേരത്തെ ദാറുൽ ഹുദയിൽ ചെന്നിരുന്നു. ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ദാറുൽ ഹുദക്കാരും ഹുദവികളെല്ലാരും കൂടി ചെന്നു ഹസ്റജിയുടെ സമീപത്ത്. ഇനി കേട്ടോ, എന്നിട്ട് കേട്ടോളൂ, ഒരു മുടിയെങ്കിലും എനിക്ക് തന്നുകൂടെ എന്ന് ഞാൻ ഹസ്റജിയോട് കെഞ്ചി നോക്കി. കേട്ടോളൂ, എങ്ങനെ? ഒരു മുടിയെങ്കിലും എനിക്ക് തന്നുകൂടെ നമ്മളെ ദാറുൽ ഹുദയിൽ വെക്കാൻ എന്ന് ഞാൻ ഹസ്റജിയോട് കെഞ്ചി നോക്കി. പക്ഷേ അദ്ദേഹം തന്നില്ല. ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് നിവൃത്തിയില്ലെന്ന് ഹസ്റജി പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, ഹസ്റജിയുടെ കയ്യിൽ മുടിയുണ്ട്. ആ മുടി കിട്ടാൻ വേണ്ടി ദാറുൽ ഹുദയിലെ ഹുദവി ചെന്നു. അദ്ദേഹം പറഞ്ഞു, തരില്ല മോനെ, തരാൻ പറ്റില്ല, അതുകൊണ്ട് കൊടുത്തില്ല, തന്നില്ല. അന്നു മുതലാണ് പരാതി വന്നത്. മുടിക്ക് നീളമുണ്ടത്രേ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവര് തന്നെ എഴുതിയതാണ്, പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്. നിങ്ങൾക്ക് കിട്ടാത്തതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് നബിതങ്ങളുടെ ഷെയറാണ്. അതാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങളെ തീരുമാനമനുസരിച്ചാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കൊടുത്തത് ഹസ്റജി പറഞ്ഞത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നീളമുള്ള മുടിയാണെങ്കിൽ, ഒരുപാട് മുടിയുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഹസ്റജിയുടെ വീട്ടിൽ ചെന്നത്? എന്തിനാണ് മുടി ചോദിച്ചത്? ആ ഖാസിമി പറഞ്ഞെന്താ കോഴിക്കോട്ടുന്ന്? ഇതൊരു അറബി പെണ്ണിന്റെ മുടിയാണ് എന്നാണ്. പോരാ, ഇത് കാന്തപുരത്തിന്റെ
കാന്തപുരത്തിന്റെ മുടി എന്നാണ്. സുഹൃത്തെ, കാന്തപുരത്തിന്റെ മുടി അല്ലെങ്കിൽ ഒരു അറബി പെണ്ണിന്റെ മുടി ചോദിക്കാൻ വേണ്ടി നിങ്ങളെ ഹുദവി എന്തിനാണ് അവിടെ ചെന്നത്? പറയണ്ടേ മറുപടി? എന്തെങ്കിലും പറയാനാണോ? ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, ഇവര് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഖസ്റജിയുടെ സമീപത്ത് ചെന്നത്. മുടി ചോദിച്ച് കൊടുക്കാത്ത അസൂയ തോന്നി. അവ രണ്ട് കാരണവും നമുക്ക് പിടികിട്ടി. ഓ അബ്ദുള്ള എതിർക്കാനുള്ള കാരണം അയാൾ ചേകനൂരിന്റെ ശിഷ്യനാണ്. പിന്നെയോ ബഹാവുദ്ദീൻ നദവിയും പിണങ്ങോട് ഗ്രൂപ്പും എതിർക്കാനുള്ള കാരണം അവർക്ക് കിട്ടിയില്ല. അതോടെ അസൂയ വന്നു. അസൂയക്ക് മരുന്നില്ല. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യവുമില്ല. കാന്തപുരത്തിന് ഹബീബായ മുസ്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു മുടി എത്തിച്ചേരോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിയയുടെ അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. കണ്ടോ? പ്രശ്നം എവിടെയാണ്? ഖസ്റജിന്റെ മുടി യാഥാർത്ഥ്യമല്ലാഞ്ഞിട്ടല്ല, അത് കാന്തപുരത്തിന് എത്തിച്ചേരോ? പഠിച്ചോ? അതേ അഷ്റഫുൽ ഹൽക്കിന്റെ നിയമങ്ങൾ ഇന്ന് കേരളത്തിൽ പഠിപ്പിക്കുന്ന ആ പണ്ഡിത നേതാവാണ് കാന്തപുരം ഉസ്താദ്. ഇത് കളിയല്ല. അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, ഹബീബിനത് തിരിഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. വെക്ക് ബാക്കി. മുടി എത്തിച്ചേരോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിയയുടെ അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് പറയാൻ പറ്റൂല, കാരണം അവിടെ ഒരു മുടിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കാതൊന്നും പറയാൻ പറ്റൂലായിരുന്നു. ഞാൻ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്നു. നിക്ക് പച്ചനോണ ഞങ്ങളിപ്പോ കേട്ടതാണ്. നിങ്ങൾ അപ്പൊ തന്നെ എന്താ പറഞ്ഞു? ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു. ഇയാൾ നേരത്തെ പറഞ്ഞെന്താ? പട്ടിക്കാട് വെച്ചെന്നെ പറഞ്ഞു, സ്വപ്നം കണ്ടിട്ടാണ് കൊണ്ടുവന്നത്.